ഹായ് ഫ്രണ്ട്സ്, ബ്രൂത്ത കാട്ടക്കാൻ ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാലേ നമ്മുടെ ഫ്യൂവൽ ലിഡ് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ്. നമ്മുടെ ഫ്യൂവൽ ലിഡ് തുറക്കുമ്പോൾ അത് അടയില്ല, അതങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ അത് ശരിയാക്കണേ കണ്ടോ. ഇതാണ് അതിൻ്റെ ഐറ്റം കേട്ടോ. ഇതൊരു 48 രൂപയുള്ള വില. അപ്പോൾ ഈ ഒരു ഐറ്റം മാറ്റിക്കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. ഇത് സിമ്പിളാണ്, ഇത് മാറ്റാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും കംപ്ലൈൻറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇത് കണ്ടോ, ഇത് അടച്ചാൽ ഇരിക്കില്ല, ഇങ്ങനെ തന്നെ പോരും കണ്ടോ. അതിപ്പോൾ ഇരിക്കാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ കണ്ടോ, ഇത് ഇവിടെ ടൈറ്റായി പോയി കണ്ടോ. ഇതിൻ്റെ കണ്ടോ, ഈ ഭാഗം ഇത് ടൈറ്റായി പോയി. അപ്പോൾ ഇത് കണ്ടോ, ഇതിനകത്ത് ഇത്ര നീളത്തിൽ ഇത് വന്നിരുന്ന ഭാഗമാണ്, അത് ടൈറ്റായി പോയേക്കണേ. അപ്പോൾ ഇത് മാറ്റിയാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് മാറ്റാനും ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിലത് ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്പാനറും വേണം. പിന്നെ അത് നമ്മൾ ഈ കവറില്ലേ ഉള്ളിലാണ്, ഈ കവറൊന്ന് കുറച്ച് നേരത്തേക്ക് ഊരി വയ്ക്കണം. അപ്പോൾ ഇത് ഊരാനായിട്ടൊരു പാടില്ല, ഊരി കഴിഞ്ഞാൽ പോരും. മൊത്തമായിട്ട് ഊരി മാറ്റണമൊന്നുമില്ല, അല്ല മാറ്റി വെച്ച് ചെറുതായിട്ട്. ഇത് ഇവിടെയാണ് അതിൻ്റെ ഇത് വന്നിരിക്കുന്നത്, കണ്ടത് കാണാൻ പറ്റും, ഇതേ ഇരിക്കണം. അപ്പോൾ ഇതിവിടെ 14-ൻ്റെ സ്പാനർ ഇട്ടിട്ടേ ഒരു നെട്ടുണ്ട്, അതുകൊണ്ട് ഊരി എടുത്താൽ മതി. ഇതുണ്ട്, ഇതാണ് 14 നെറ്റ്. ഇത് ഊരി എടുക്കുക, ഇട്ടിട്ട് ഇതിങ്ങനെ അനക്കി കഴിഞ്ഞാൽ ഇത് ഊരിപ്പോരും. ഇത് കണ്ടോ, ഇത്ര സിമ്പിളായിട്ട് ഊരിപ്പോരും. ഇത് നമ്മളിത് ഇതിൻ്റെ അകത്ത് ഇതങ്ങ് ഊരിക്കളഞ്ഞാൽ മതി. ബോൾ പോലെ കിടക്കുന്നുണ്ട്. ഈ കേബിള് ഊരി മാറ്റാം. ഇനി പുതിയതും അതുപോലെ തന്നെ, വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച്. ഉണ്ടോ, പുതിയതിന് ഇതുപോലെ തന്നെ ഇടുക. എന്നിട്ടിത് നമ്മൾ ഈ കേബിൾ എടുത്തിട്ട് ഇതിനകത്ത് ഇതുപോലെ കുത്തുക. ഈ ബോൾ അങ്ങോട്ട് ഇട്ടാൽ മതി. ഇതിനകത്തേ നമ്മൾ ഇട്ടിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യണം കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞിട്ടേ ചിലപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ലെങ്ത് ഒന്നും ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മളിത് ഉണ്ടോ, ഇവിടെ ഇതിങ്ങനെ ഇട്ടിട്ടേ ഒന്ന് ചാച്ച് വെച്ചാൽ മതി. ഞാൻ ചാച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ബോൾ പുറത്തിടുന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് ലെങ്ത് കിട്ടും. ഈ കേബിൾ ലൂസൊക്കെ ആയിരിക്കും ഇതിലൊക്കെ ഉണ്ടെങ്കിൽ. ഇനിയിട്ട് മുറിക്കാൻ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ തന്നെ മുറുക്കണം. ഇട്ടോളാം. ഇതുപോലെ ഇട്ടിട്ടേ നമ്മൾ ഇത് ഈ വാഷ് ഇട്ടിട്ട് ഇത് മുറിക്കാൻ മതി, വേറെ ഒന്നുമില്ല സംഭവം. ഇത് മുറുക്കുമ്പോൾ ഇത് ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാൻ പാകത്തിന് മുറിക്കാൻ മതി. കണ്ടോ, ഈ ഒരു പൊസിഷനിൽ വയ്ക്കുക, മുറുക്കുക. നമ്മൾ ഒന്ന് ഇപ്പുറത്ത് പിടിച്ചിട്ട് മുറിക്കാൻ മതി. നമ്മൾ ഈ ഒരു ലെവൽ കറക്റ്റായി മാത്രം വെച്ചാൽ മതി, വേറെ ഒന്നും. അതവിടെ കറക്റ്റായിട്ട് ഇരുന്നോളൂ. ശരിക്കും ടൈറ്റ് ചെയ്യാം. ഇത് അടയുമ്പോൾ ഇതിനകത്തൊന്ന് വീണോളൂ. ഉണ്ടോ, ഇരട്ടുള്ള കാര്യം. അതുപോലെ ഇതിപ്പോൾ സംഗതി സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തൊരു സ്പ്രിങ് ഉണ്ട്, സ്പ്രിങ് പോയേക്കാണ്. അപ്പോൾ ഈ വണ്ടിയുടെ സ്പ്രിങ്ങൊക്കെ പോയി കിടക്കായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണം തപ്പി സായിൽ ഓർഡർ കൊടുത്ത് കിട്ടിയതാണ്. കുറേ നാൾ മുമ്പ് ഓർഡർ എടുത്തിട്ട് ഒരെണ്ണം കിട്ടിയുള്ളൂ. ഞാൻ ജസ്റ്റ് ഇട്ട് കാണിച്ചു തരാം ഇതിൻ്റെ പരിപാടി എങ്ങനെയാണ്. ഇങ്ങനെ വെറുതെ ഇട്ടാൽ മതി. ഇതെല്ലാവരും ഇടിഞ്ഞു പോകണമാണ്. സാധനം കിട്ടും എന്തായാലും. കണ്ട, ഇനി അടച്ചിട്ട് അവിടെ പോയി തുറന്നു കഴിഞ്ഞാൽ അത് തുറന്നു തന്നെ കാണാൻ പറ്റും. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിത് അടച്ചിട്ടുണ്ട്. ഇനി അപ്പോൾ അവിടെ പോയി വലിച്ച് കഴിഞ്ഞാൽ തുറക്കണം കാണാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ തുറന്ന് വരും ശരിക്കും. അപ്പോൾ അത് ആ സ്പ്രിങ്ങിൻ്റെ പ്രശ്നം കൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ ടൈറ്റ് തന്നെ അയാൾ ചോദിച്ചിരുന്നത്. അപ്പോൾ ഈ സ്പ്രിങ്ങും കൂടി നിങ്ങൾ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഏതാണ്ട് 5 രൂപ 10 രൂപയുടെ സ്പ്രിങ്ങിനുള്ളൂ. പക്ഷേ കിട്ടാനുള്ളൊരു പാടുകൊണ്ടാണ് അതിൻ്റെ ഒരു വിഷയം ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യണം എന്തായാലും. ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ഇത് മാറ്റണേ. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ പിന്നെ നമ്മളിത് ഇനി ഇവിടെ ഈ ഊരിയ കേബിൾ കറക്റ്റായിട്ട് വയ്ക്കുക. ഊരിയ ഭാഗം അതുപോലെ ഞങ്ങൾ തിരിച്ചിട്ടാൽ മതി. ആകെ അവിടെ ഒരു ഇതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അത് നമ്മളിതൊക്കെ പൊക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. ഇത്ര സിമ്പിളായിട്ട് മാറ്റാവുന്ന കാര്യമുണ്ട് ഇത്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാണ് വീഡിയോ. ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.